വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇനി ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം K7 ക്യാമ്പയിനിലേക്ക്. എല്ലാ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ലഹരിക്കെതിരെ കർശന നിലപാടുമായി രംഗത്ത് വരികയും അതൊരു ആവേശത്താൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ചെയ്യുന്ന പതിവാണ് കണ്ടുവരുന്നത്. ആ അവസ്ഥയിൽ നിന്നും മാറ്റം എല്ലാ സംവിധാനങ്ങൾക്കും വേണം. കാരണം ഇന്ന് ഒരു വിദ്യാലയം എടുത്തു നോക്കിയാൽ ആ വിദ്യാലയത്തിൽ ഒരു 60% കുട്ടികളും ലഹരിക്കടിമകളായിരിക്കും. അത് പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും സംഭവിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇത് നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വരുന്ന യുവതലമുറകൾ, ഇനിയും വളർന്നു വരുന്ന യുവതലമുറകൾ ലഹരിക്കടിമപ്പെട്ട് ഈ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അക്രമവാസനയിലേക്ക് ജനങ്ങൾ നീങ്ങിൻ്റെ ഒരവസ്ഥയുണ്ടാകും. അതുകൂടാതെ ലഹരിയിൽപ്പെടുന്ന കേസുകൾ ബാർ അസോസിയേഷൻ ഒരു നിലപാട് ശക്തമായി എടുക്കണം. ആ കേസുകളിൽ ഒരു കാരണവശാലും വക്കീലന്മാർ ഇടപെടാതെ മാറി നിന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ വക്കീലന്മാർ വലിയ തുകകൾ വാങ്ങിച്ച് ജാമ്യം വാങ്ങിക്കൊടുക്കുകയും അവർ വീണ്ടും പുറത്തു വന്നിട്ട് ഇതേ തൊഴിൽ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെ വക്കീൽമാർ സംഘടിച്ച വക്കീൽമാരുടെ സംഘടനയായ അസോസിയേഷൻ സംഘടിച്ച് ഒരു തീരുമാനം വക്കീൽമാർക്ക് നൽകിയാൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് ചെറുത്തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് ബാർ അസോസിയേഷനുകളെല്ലാം മുൻകൈയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ തെരഞ്ഞെടുത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. അതുകൂടാതെ ലഹരിയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല അക്രമവാസനകളും രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിയിൽ കൂടെയാണ്. പക്ഷേ അതിന് നിയമപരമായിട്ടും ശക്തമായ നിലപാടുമായിട്ട് ഗവൺമെൻറ് പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി ഇതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമാണ്. ആ ആവശ്യം സർക്കാർ പരിഗണിക്കുക. അതേപോലെ തന്നെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഓരോ പ്രസ്ഥാനങ്ങളെ ചെറുതായി കാണിക്കുവാനും കൊച്ചാക്കി കാണിക്കുവാനും അവരാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് തീർക്കാനും പ്രവർത്തിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ മൊത്തത്തിൽ ഒരു ഐക്യമുണ്ടായിക്കൊണ്ട് ഇതിനെ എന്ത് വില കൊടുത്തും മയക്കുമരുന്നിനെതിരെ എന്ത് വില കൊടുത്തും ഒന്നിച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം രാഷ്ട്രീയ സമുന്നത നേതാക്കന്മാർ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒത്തൊരുമിച്ച് ഉണ്ടാക്കണമെന്നാണ് ഇതിനെയൊക്കെ ചെറുത്തോൽപ്പിക്കാൻ സാധിക്കുന്നൊരവസ്ഥ. ഇതാണ് ഈ രാജ്യത്തെ ഈ ലഹരിയിലേക്ക് വിടുന്നത്. ഈ രാജ്യത്തെ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. സർക്കാർ അതിൽ പങ്കുണ്ട്, അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുവാനും ബാർ അസോസിയേഷനുകൾ ഈ വക കേസുകൾ ഇനി മുതൽ കൈകാര്യം ചെയ്യില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ എളിയ സാമൂഹിക പ്രവർത്തകനായ എനിക്ക് പറയാനുള്ളത്. MES കൊച്ചി താലൂക്ക് ഇന്ന് ലഹരിക്കെതിരായിട്ട് ഒട്ടനവധി പ്രക്ഷോഭം നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ MES കോളേജ് കൊച്ചി ഇന്ന് തന്നെ അവിടെ ലഹരിമുക്തമായിട്ടുള്ള രീതിയിൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു കടമാടി പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വളരെ മോശമായിട്ടാണ് പോകുന്നത്. 10-25% കുട്ടികൾ ലഹരിയിലോട്ട് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നിട്ടും എങ്ങനെ മുക്തി മേടിക്കാം, എങ്ങനെ രക്ഷപ്പെടുത്താം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കണം. അതിന് നമ്മൾ മനസ്സിലാക്കിയത്തോളം പോലീസ് കംപ്ലീറ്റ് കേസ് പിടിക്കുന്നുണ്ട്, കേസ് ചാർജ് ചെയ്യുന്നുണ്ട്, അത് കോടതി എത്തിക്കുന്നുണ്ട്. എന്നാൽ കോടതി എത്തിച്ചാൽ അത് ജാമ്യത്തോട് തന്നെ വക്കീലന്മാർ അത് ഒഴിവാക്കി അവർ ജാമ്യം എടുക്കുന്നവരുടെ പേരിൽ അതും
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടും എന്നുള്ള തീരുമാനം വരുന്നതനുസരിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല. ഗവൺമെൻറ് ശക്തമായ തീരുമാനം എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ നാട്ടുകാരും ഈ നാട്ടിലെ ജനങ്ങളും ഈ രക്ഷകർത്താക്കളും ഈ നാട്ടിലുള്ള മുഴുവൻ പത്രക്കാരും അതേമാതിരി തന്നെ വക്കീലന്മാരും ഒക്കെ പങ്കെടുക്കുന്ന രീതിയിൽ അവർക്ക് ഒരു കാരണവശാലും ശരി പിടിച്ചു കൊടുക്കുന്ന കേസ് FIR ചാർജ് ചെയ്താൽ അത് ശിക്ഷ വാങ്ങാവുന്ന രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഈ നാട് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ദുരിതത്തോട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഈ നാട് രക്ഷിക്കണം, നമ്മുടെ കുട്ടികളെ രക്ഷിക്കണം. അതിന് അത്യാവശ്യമായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.